ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഫിൻലാൻഡിൻ്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിൽ നിന്ന് എസ്റ്റോണിയ എന്ന രാജ്യത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എസ്റ്റോണിയയിലുള്ളൊരു മുഴുനീള കാഴ്ചകളാണ് നമ്മുടെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഈ ഒരു എപ്പിസോഡ്. അപ്പം ഞങ്ങളിന്ന് ഫിൻലൻഡിനോട് വിട പറയാൻ പോവാണ്. അപ്പം ഈ അടുത്ത രാജ്യത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ലഗേജൊക്കെ ബസ്സിൽ നിന്ന് ഇറക്കുകയാണ് നമ്മളെ ക്യാപ്റ്റൻ. ഇനി നേരെ സീപോർട്ടിലേക്ക്. നല്ല തണുപ്പുണ്ട്. ഒരു കോട വന്ന പോലെ കണ്ടില്ലേ ബാക്കിൽ? നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇത് അയ്യപ്പേട്ടൻ, ഇന്ത്യൻ റുപ്പി സ്പിരിറ്റ്, ഇങ്ങനെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളൊപ്പം യാത്രയിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്. ടെർമിനൽ 2ലാണ് ഇത്. പിന്നെ തുറമുഖമാണ്, മറ്റേ എയർപോർട്ടല്ല, സീപോർട്ടാണിത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ്. ഇവിടുന്ന് 9 മണിക്കാണ് നമ്മളുടെ ഷിപ്പുള്ളത്. ഇപ്പോൾ സമയം 8:15. ഇനി ഇവിടുന്ന് ഞങ്ങളെ ഗ്രൂപ്പ് ലീഡർ, ഗ്രൂപ്പ് മാനേജർ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറും 10 മിനിറ്റിൻ്റെ അടുത്ത് യാത്ര ഉണ്ട്. അതിന് ഏകദേശം 82 കിലോമീറ്റർ. എസ്റ്റോണിയ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെ ക്യാപിറ്റലായ ടാലിൻ, അവിടേക്കാണ് പോകുന്നത്. ടൈമിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ 8:21 സമയം. അതിൻ്റെ ടോപ്പിലുണ്ടല്ലേ. ഇവിടുന്ന് 45 യൂറോ ആണ് ടിക്കറ്റ് ചാർജ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുക, ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യുക. ഇതെങ്ങനെ വെച്ചാൽ ഒരു വിശാലമായൊരു കപ്പലാണ്. അപ്പോൾ ഞാൻ കപ്പലിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ കപ്പലെത്തിയിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇവിടെ നമ്മൾ സാധാരണ ഫ്ലൈറ്റിലുള്ള അതേപോലത്തെ പാസ്പോർട്ട് ഒന്നും ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടിക്കറ്റ് മാത്രം കാണിച്ചാൽ മതി. ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ പൊതുവെ ഞാൻ മുമ്പ് പോയിട്ടുള്ള പല യൂറോപ്പ് രാജ്യങ്ങളുണ്ട്. അതേ സിസ്റ്റം തന്നെ ഈ സ്കാൻഡിനേവിയയിലും. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ടിക്കറ്റ് മാത്രം മതി, വിസന്റെ ആവശ്യമില്ല. കാരണം ഷെങ്കൻ വിസ ഉള്ളതുകൊണ്ട്. ചെറിയ കുട്ടിയാണ്, ഏകദേശം ഒരു 17 വയസ്സുള്ള ഒരു ആളാണ്. ഇത് സെയിൽസ് ഗേളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ചെക്കിങ് ചെയ്യുക. അപ്പോൾ ലഗേജൊക്കെ ആയിട്ട് ഞങ്ങൾ കപ്പലിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ സ്കാനിങ് ആണ്. സ്റ്റാഫുകൾ കുറവാണ്. പിന്നെ ബോർഡിംഗ് പാസ് കയ്യിലുണ്ട്. ആ ബോർഡിംഗ് പാസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇതാണ് ബോർഡിംഗ് കാർഡ്. ടാലിൻ, ഹെൽസിങ്കി ടു ടാലിൻ. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഡോറ് തുറക്കും. പിന്നെ അങ്ങോട്ടേക്ക് പോവുക. അപ്പം ഞാനും അങ്ങോട്ടേക്ക് കടന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറണം. എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്ററിൽ അങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറുകയാണ്. അപ്പം മുകളിലെത്തി. ഇവിടെ ഒരു ലോഞ്ച് ഉണ്ട്, ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം. ഇനി ഇവിടെ ഷിപ്പ് വന്ന് നിൽക്കുന്നതും നമ്മൾ ഷിപ്പിലേക്ക് കയറുന്ന ഭാഗം വളരെ ക്ലോസ് ആയിട്ടാണ്. ഷിപ്പ് നിൽക്കുന്ന പറഞ്ഞാൽ തന്നെ ഒരുപാട് ആഴം വേണം, എന്നാലും ഷിപ്പിന് വരാൻ പറ്റുന്ന ഏരിയ ഉള്ളത്. ഇനി ഇവിടെ അത്യാവശ്യം നല്ലൊരു മൂടലുണ്ട്. കാലാവസ്ഥ വെയിൽ തീരെ ഇല്ല, ഒരു മങ്ങിയൊരു കാലാവസ്ഥയാണ്. ഇനി ഷിപ്പിലേക്ക് നേരെ പോകണം. ഇവിടെ നമ്മളൊരു ടിക്കറ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യും. ഇതാണ് ടിക്കറ്റ് ചെക്കിങ് ഏരിയ. ഇവിടെ ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു കൊടുക്കുക. നേരെ അങ്ങോട്ട് പോവുക. ഇതാണ് നമ്മളുടെ കപ്പൽ. ഈ കപ്പലും പിന്നെ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ ഒരു പാലം, ആ ഒരു ഡിസ്റ്റൻസ് ഉള്ളൂ കപ്പലും നമ്മളെ ഈ കരയും തമ്മിലുള്ള ദൂരം. ഇവിടെ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ട്. ഇപ്പം അതിൻ്റെ പാസേജിലേക്ക് കയറിയിരിക്കുന്നത്. റോഡും ഷിപ്പ് നിൽക്കുന്ന ഗ്യാപ്പ് ഉണ്ടല്ലേ. ഇനി കപ്പലിലേക്ക്
കയറണം. കപ്പലിൽ ലഗേജൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം ലഗേജ് ഞങ്ങൾക്ക് തന്നെ കവല 2 മണിക്കൂർ യാത്ര ഉള്ളൂ. അപ്പോൾ ലഗേജ് കൊടുക്കേണ്ടവർ കൊടുക്കുക, പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ കുറച്ചും കൂടി വൈകും അങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെ കപ്പലിലേക്ക് എത്തിയിട്ടുണ്ട്. 6, 7, 8 ഇതൊക്കെ ഓരോ ഫ്ലോറുകളുണ്ട്. പിന്നെ വിശദമായിട്ട് നമുക്ക് ഇനി ഇങ്ങനെ കാണാം. പിന്നെ ഇവിടെ അങ്ങനെ ക്യാബിനൊന്നുമില്ല, ഓരോരുത്തർ നമുക്ക് വിശാലമായ സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ഇരിക്കുന്നൊരു മോഡലാണ് ഉള്ളത്. ഇനി ക്യാബിൻ വേണ്ട ഒരു ക്യാബിനുണ്ട്. ഇതാണ് ക്യാബിൻ സ്ഥലം. ആകെ 2 മണിക്കൂർ യാത്രയുള്ളൂ. അപ്പോൾ ക്യാബിൻ എടുത്തിട്ട് അതിൽ പോയി കുത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കപ്പലിൻ്റെ ഉള്ളിലൂടെ ഒന്നും കാണാൻ പറ്റില്ല. ക്യാബിൻ യാത്ര പിന്നെ ഒരു രാത്രിയൊക്കെ മൊത്തം ഒരു ദിവസം പോകുന്നതിനൊക്കെ ഉള്ളു പറ്റും. ഇത് ലിഫ്റ്റാണ്. ഇനി ലിഫ്റ്റിലേക്ക് കയറണം. അങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. ലഗേജൊക്കെ ആയിട്ട് തന്നെ ലിഫ്റ്റിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങാണ്. നമ്പർ 8th ഫ്ലോറിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഇവിടെ 8th ഫ്ലോറിൽ ലഗേജൊക്കെ വെച്ചിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ ഒന്ന് കറങ്ങി കാണണം. ഇത് സ്റ്റെയർ കേസ് റൂമിനോട് ചാരിയിട്ട് തന്നെയാണ്. ഇതൊരു വിശാലമായ ഒരു ഡൈനിങ് ഹാളാണ്, ഒരു ചെറിയൊരു കഫ്റ്റീരിയ മോഡലുള്ളത്. അപ്പോൾ ഇനി കപ്പലിലെ കാഴ്ചകൾ ഇങ്ങനെ കാണുക. ഞാൻ ഇടയ്ക്കോരോന്ന് വിശദീകരിക്കുന്നുണ്ട്. ലഗേജ് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാനും അങ്ങനെ കറങ്ങാൻ പോവാണ് ഇനി. ഇദ്ദേഹം ഒരു ഫിൻലാൻഡുകാരനാണ്. അദ്ദേഹം എസ്റ്റോണിയക്കുള്ള യാത്രയിൽ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരന് ഞാൻ എൻ്റെ ലഗേജ് ഏൽപ്പിച്ചിട്ട് ഞാനങ്ങനെ മൊത്തം വീഡിയോ എടുക്കാൻ പോവാണ്. ഇനി കാര്യമായിട്ട് ഇങ്ങനെ കപ്പലിനുള്ളിൽ കൂടി മൊത്തം കറങ്ങലാണ്. ഈ ഒരു 9 നില 10 നില ഉണ്ട്. അതിന് പുറമെ താഴത്ത് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം വേറെ ഉണ്ട്. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഫ്റ്റീരിയ, സൂപ്പർ മാർക്കറ്റ്, മദ്യം വെക്കുന്ന സൂപ്പർ മാർക്കറ്റ്, പിന്നെ പാട്ട് നടക്കുന്ന ഏരിയ, ഗാനമേള നടക്കുന്ന ഏരിയ, പിന്നെ ബാത്റൂംസ്, കുട്ടികളെ പ്ലേ കളിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഗെയിം ഉണ്ട്, പിന്നെ വെറുതെ ഇരുന്ന് സോറടിക്കുന്ന സ്ഥലമുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ അങ്ങനെ കാണിച്ചു തരാം. ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ കാണുക. ഇത് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന ഏരിയയാണ്. പൈസ വെച്ചിട്ടുള്ളതുണ്ട്, പൈസ വെക്കാത്തതുണ്ട്, ഷീറ്റുകളുണ്ട്, അങ്ങനെ എല്ലാ സംഭവമുണ്ട്. ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ യാത്രക്കാരായ ആളുകൾ ഈ 2 മണിക്കൂർ യാത്രേൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ആസ്വദിച്ച് പോവുക. പിന്നെ കുറേ വെള്ളടിക്കാർ വെള്ളടിക്കും. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സാധനത്തിനൊക്കെ ചീപ്പാണ്. പിന്നെ അതിന് പുറമെ ഡ്രസ് റൂമുണ്ട്, റെഡിമെയ്ഡ് ഷോപ്പുണ്ട്. Eller använda vår bagagerullare för accessory.
ഒരു 1.5 ടോയ്ലറ്റാണ്. നല്ല വൃത്തിയുള്ള, നമുക്ക് കിടന്ന് ഉറങ്ങാൻ തോന്നും, അത്രയും ഉഷാറാണ് ടോയ്ലറ്റുകൾ. ഇവിടെ ടോയ്ലറ്റുകളിൽ ക്ലോസറ്റിൻ്റെ അടുത്ത് ഹാൻഡ് ഷവർ ഉണ്ടാവില്ല. ഇതൊക്കെ സെൻസർ സംഭവമാണ് എല്ലാതും. ഇതും ഒരു സിറ്റിംഗ് ഏരിയയാണ്. ഈ കപ്പലിനുള്ളിൽ വൈഫൈ ഫ്രീ ആണ്, നല്ല ഫാസ്റ്റുള്ള വൈഫൈ ആണ്. അപ്പോൾ കൂടുതൽ പേരും തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സാധാരണ ഇവിടെ പൊതുവെ നെറ്റൊക്കെ സ്പീഡുള്ളത് തന്നെയാണ്. പിന്നെ ഇവരൊക്കെ ഫ്രീ ഉള്ള വൈഫൈയും കൂടി ഉണ്ട്. ഈ ഒരു ഏരിയ ഗാനമേളൊക്കെ നടക്കുന്ന ഏരിയയാണ്. ഇതൊരു ഫ്ലോറാണ്. ഈ ഫ്ലോറിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് താഴത്തിറങ്ങിയിട്ടുള്ള ഒരു ഫ്ലോറായിട്ട് ഈ ഒരു ഭാഗം, പിന്നെ ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അവിടെ പിന്നെ ഓർക്കസ്ട്ര പരിപാടികളൊക്കെ ഉണ്ട്. അത് തുടങ്ങിയിട്ടില്ല. ഇടക്കിടക്ക് നമ്മളെ അങ്ങനെ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഈ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ തന്നെയാണ് പ്രൂഫ് ചെയ്യണമെന്നുള്ളതിനുള്ള ഇടയ്ക്ക് നമ്മുടെ ഫേസ് കൊടുത്തെങ്കിലുള്ളൂ അത് ശരിയാകുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫേസ് കൊടുക്കുന്നൊരു ഇടക്കിടക്ക് കാട്ടുന്നത്. മുമ്പ് അങ്ങനെ ഒരു കോപ്പിറൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ഇതുപോലെ വീഡിയോ എടുത്ത വകയിൽ. ഇത് ഗാനമേള നടക്കുന്ന സ്റ്റേജാണ്. ഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ടില്ല. അതുപോലെ സിംഗിളായിട്ട് ഇനി പാടുന്ന വേറെ സ്ഥലമുണ്ട്, അത് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. Unattended luggage will be removed. Please see the roof of the safety logo that can be found on the dimensionless Catholic seats. In the event of an emergency, the general officer will be here. 7 short platforms. At around all passengers shall move to the assembly stations located. ഇതൊരു പെണ്ണുങ്ങൾ വഴിയിലിരുന്നിട്ട് പാസേജാ ഇവിടെ ബിയർ കുടിക്കുകയാണ്. ഇവിടെ പിന്നെ ആണ് പെണ്ണ് ഒന്നും കണക്കൊന്നുമില്ല, അതങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെ കുടിക്കും. ഇരുന്ന് കാല് നീട്ടിയിട്ട് പാസേജിൽ ഇരുന്നിട്ട് കുടിത്തത്തിലാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് പോകണം. ഇതിൻ്റെ അകത്ത് കുട്ടികളുടെ ഒരു ഏരിയയാണ്. പ്ലേ സ്റ്റേഷന്, കുതിര, ഇതെന്താണ് പിന്നെ സ്കൂട്ടറാണ് ഇതുള്ളത്. സ്കൂട്ടറിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ബൈക്കിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നൊരു സംഭവമാണ്. ബാക്കി ഇങ്ങനെ കാണുക. ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചു തരാം. ഈ മൊത്തം അങ്ങനെ കറങ്ങി കാണാൻ ഒരുപാട് സമയം വേണം. ഇത് ഇവിടുത്തെ കപ്പലിലെ ലോക്കറാണ്. ഇതിന് ഓരോ നമ്പർ ഉണ്ടല്ലോ, 7134, 7135 എന്നൊക്കെ പറഞ്ഞിട്ട് 1140, ഇതൊക്കെ ഓരോ നമ്പറുള്ള ലോക്കറാണ്. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിയിട്ട് നമ്മുടെ സാധനങ്ങളതിൽ ബാഗേജൊക്കെ അതിൽ സൂക്ഷിച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ കറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം, ചെറിയ ബാഗൊക്കെ.
ഇത് 7ാമത്തെ ഫ്ലോറാണ്. അതാണ് ലിഫ്റ്റിൻ്റെ മുകളിൽ നമ്പർ 7 എഴുതിയിട്ടില്ലേ. അങ്ങനെ എല്ലാ ഫ്ലോറിൻ്റെ മുകളിലും ഇങ്ങനെ നമ്പർ എഴുതിയിട്ടുണ്ടാവും. ഇത് സ്റ്റെയർ കേസ് റൂമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ലിഫ്റ്റ് ഉണ്ടാകുക. ഇതാണ് കപ്പലിലെ സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റ് അല്ല കേട്ടോ, വേറെയും കുറേ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പം എന്നാൽ പിന്നെ ഈ കപ്പലിൻ്റെ ഉള്ളിലെ സൂപ്പർ മാർക്കറ്റ് നമുക്ക് കാണാൻ കയറാണ്. നമ്മുടെ കപ്പലിലെ മദ്യത്തിന്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇനി സന്ദർശിക്കാൻ പോകുന്നത്. കുപ്പികളുടെ ഒരു ലോകമാണ് ഇവിടെ. നമ്മളെ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ. സ്വാമി എവിടെ? ഞാൻ ഈ ഭാഗത്ത് കയറി വിശാലമായിട്ട് നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ കുപ്പികളുടെ മോഡൽ ഭയങ്കര ഇഷ്ടമാണ്. പലവിധ മോഡലുകൾ കാണാം. അത് ഈ മദ്യക്കുപ്പികൾക്കാണ് അങ്ങനത്തെ പലവിധ മോഡൽ ഉണ്ടാകുക. നമുക്കിത് ഹറാമാണ്, നമുക്കിത് പറ്റാത്തതുകൊണ്ടാണ്. കാരണം നമ്മളിത് ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ മതം ഇത് നിഷേധാക്കിയതാണ്. അല്ലെങ്കിലും ബുദ്ധിയുള്ള ഒരാൾക്ക് ആലോചിച്ചൂടെ, സ്വന്തം കാശ് മുടക്കിയിട്ട് അവനവൻ്റെ സ്വന്തം ബുദ്ധി കളയുന്നൊരു ഏർപ്പാടല്ലേ. ദൈവം നമുക്ക് തന്നിട്ടുള്ള നല്ലൊരു ബുദ്ധി നമ്മൾ ചില സമയങ്ങളിൽ അത് വേണ്ട വിചാരിച്ചിട്ട് ബുദ്ധി മായ്ച്ചടല്ലേ. സ്ഥിരമായിട്ട് നമ്മളെ ബുദ്ധി ദൈവം അങ്ങനെ മായ്ച്ചടഞ്ഞു എന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഇത് കുടിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. സമയം നോക്കുന്നത് അടുത്ത് കഴിയുമ്പോഴേ ഇതാണ് സൂപ്പർ മാർക്കറ്റിന്റെ ക്യാഷ് കൗണ്ടർ. ഒന്നൊന്നല്ല കേട്ടോ, 1-2 ഉണ്ട്, 2-3 ഉണ്ട്. ഇതൊരു ഭാഗത്തുണ്ട്, മറ്റേ ഭാഗത്ത് വേറെ കൗണ്ടർ ഉണ്ട്. നല്ല സുന്ദരികാരായ പെണ്ണുങ്ങൾ തന്നെയാണ് ഉള്ളത്. പുരുഷന്മാർ കുറവാണ്. പിന്നെ ഉള്ളിൽ സെയിൽസ് ഗേളാണ് കൂടുതൽ. ഒരുപാട് ഏരിയ ഉണ്ട് ഈ ഇതിൻ്റെ ഉൾഭാഗം. ഇനി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. ഇതൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വേറെ ഇനിയും സൂപ്പർ മാർക്കറ്റ് ഉണ്ടായി, ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. ഇത് ലിഫ്റ്റാണ്. 4, 5, 6, 7, 8, 9 ഇതൊക്കെ ഓരോ ഫ്ലോറിൻ്റെ നമ്പറുകളാണ്. ഇപ്പോൾ ഉള്ളത് 9ാം നമ്പറിലേക്ക് ലിഫ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. 9ൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. 9ൻ്റെ പുറത്താണ് പിന്നെ ഇതിൻ്റെ
റൂഫുള്ളത്, ഏറ്റവും ടോപ്പുള്ളത്. ഇനി ഏതായാലും ടോപ്പിൽ പോകണം. അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇവിടെ. ചെറുതായിട്ട് മഴ നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരു മഴക്കാറുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ചെറിയൊരു പാസേജ് ഉണ്ട്, സൈഡിൽ കൂടി ഒരു പാസേജ് ഉണ്ട്. ഇതിൻ്റെ മുകളിലും ഇതുപോലെ ആളുകൾ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ടേബിളും വന്ന് ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ, ഇരിക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ മുകളിലെ കാഴ്ചകൾ കാണാം. അത്യാവശ്യം നല്ല കാറ്റുണ്ട് ഇവിടെ. ഒരു കോട്ടയത്ത് എഴുതി വെച്ച ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ കമ്പനിയാണ്. നല്ല കാറ്റുണ്ട്. ഞാൻ എൻ്റെ തൊപ്പിക്കൊരു കയറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള തൊപ്പിയാണ്. മുടിയൊക്കെ നന്നായിട്ട് പാറുന്നില്ല. കനത്ത കാറ്റാണ്. കനത്ത കാറ്റും അതിന് പുറമെ നല്ല മൂടലുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്. ഞാൻ ഈ തണുപ്പത്തും ഞാൻ കോട്ടിടില്ല. എല്ലാവരും കോട്ടിട്ട് നടക്കില്ല. എനിക്ക് ഈ കോട്ടിടാൻ നടക്കുകയാണ് ഏറ്റവും ഇഷ്ടം. നല്ല കാറ്റുണ്ട് ഇവിടെ. ഇത് ടോപ്പിൽ സൈഡ് ഭാഗമാണ്. ഈ മഴൻ്റെ ഒരു പിന്നെ വെയിലില്ലാത്തതുകൊണ്ട് ആകപ്പാടെ മൂടിയിട്ട് അത്ര അങ്ങോട്ട് ക്ലിയർ ഇല്ല പുറത്തെ കാഴ്ചകളൊക്കെ. ഇത് ലിസമ്മ മാഡം ഞങ്ങളെ ഗ്രൂപ്പിൽ ഉള്ളതാണ്. പിന്നെ ഇത് നമ്മളെ വക്കീൽ സാറുമാണ്. പുള്ളിക്കാരത്തി ടോപ്പിൽ ഇങ്ങനെ കറങ്ങി കാണാൻ വന്നതാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഇനി മടങ്ങുകയാണ്, താഴേക്ക് മടങ്ങുകയാണ്. ഇത് 9ാം നമ്പർ ഫ്ലോർ. ഓരോ ലിഫ്റ്റിൻ്റെ അവിടെ ആ ഫ്ലോർ നമ്പർ എഴുതും. ഇതതിൻ്റെ പ്ലാനാണ് ഓരോന്നിനും. ഡെക്ക് 1, ഡെക്ക് 3, ഡെക്ക് 4, ഡെക്ക് 5, ഡെക്ക് 6, ഡെക്ക് 7, ഡെക്ക് 8, ഡെക്ക് 9. അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്റ്റെയർ കേസാണ്. ഇതാണ് മെയിൻ സ്റ്റെയർ കേസ്, നല്ല സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസ്. ഇതിന് പുറമെ വേറെ ഉണ്ട് സ്റ്റെയർ, എമർജൻസി സ്റ്റെയർ വേറെ ഉണ്ട്. ഇത് നമ്പർ 8 ലിഫ്റ്റിൻ്റെ അവിടെ ഉണ്ടല്ലോ. ഓരോ ലിഫ്റ്റിൻ്റെ അവിടെയും അതിൻ്റെ ഫ്ലോർ നമ്പർ അവിടെ എഴുതിയേക്കും, മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാതും ഒരേപോലെ തന്നെ ഉള്ളത്. ഇത് നമ്പർ 7 ആണുള്ളത്. ഇത് നമ്പർ 6. ഞങ്ങൾ കോണി ഇറങ്ങണം താഴേക്ക്. ഇനി ഇവിടുത്തെ ലോഞ്ച് കാണാം. അതായത് എയർപോർട്ടിൽ 2 രൂപയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കില്ല, അതേപോലെ കപ്പലിലും ഇതേപോലെ 2 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ലോഞ്ചാണ്. അതിന് ചെറിയൊരു ഫീസുള്ളൂ. കപ്പലിൻ്റെ സിസ്റ്റം വേറെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറാണ്. ഞാൻ ഇത് കപ്പലിലെ ലോഞ്ചിലെ സംഭവമാണ്. അത് നമുക്ക് കാണാം. ഹായ്. Hello. From Finland? Yeah. Nice. Happiness country. Yeah. ഇവള് ഒറ്റയൊരുത്തിയാണ് ഈ ലോഞ്ച് മൊത്തം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ കണ്ടമാനം സ്റ്റാഫ് ഉണ്ടാവില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നില്ലേ. ഇവിടെ തന്നെയാണ് കംപ്ലീറ്റ് ഇത് വെക്കലും പിടിക്കലും ബാലേന്ദ്രനെ പോലെ കഥ, തിരക്കഥ, സംഭാഷണം, പോസ്റ്റർ ഒട്ടിക്കലൊക്കെ ഉള്ള പോലെ ഇവിടെ തന്നെയാണ് കംപ്ലീറ്റ് ഉള്ളത്. ഇവിടെ എല്ലാ സാധനങ്ങളുണ്ട് ഇതിനുള്ളിൽ. പിന്നെ
ഇനി വെള്ളമുണ്ട്, മദ്യമുണ്ട്, ഇതിങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ഇനി അപ്പുറത്ത് ഇനി കിടക്കാനുള്ള സൗകര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. How much euro? 29 euros. Per head. Yes. Yeah. 29 euro. Yes. 2 hours. One way. One way. 29 യൂറോ കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഭക്ഷണം കഴിക്കാം. ഇത് എക്സിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നകത്ത് പുറത്ത് കിടക്കുകയാണ്. ഇത് ഇവിടുത്തെ ഇൻഫർമേഷൻ സെൻ്ററാണ്. ഹായ്. ഇനി വേറൊരു സൂപ്പർ മാർക്കറ്റ് കയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല സൂപ്പർ മാർക്കറ്റുകൾ വേറെ ഉണ്ട് എന്ന്. ഇതിന് പുറമെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിൽ യാത്രക്കാർ മാത്രമാണുള്ളത് കംപ്ലീറ്റ്, അത്രയും യാത്രക്കാരുണ്ട്. എന്നാൽ ഇനി സൂപ്പർ മാർക്കറ്റിലെ കാഴ്ചകൾ കാണാം. ഈ യാത്രയിലുള്ള സമയം കൂടുതലും ആളുകൾ ഈ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കയറിയിട്ടാണ് ചിലവാക്കൽ. കൂടുതലും മദ്യത്തിൻ്റെ അടുത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് തിരക്ക് കൂടുതലുള്ളത്. സാമ്പിൾ അല്ലേ? ഹായ്. പർച്ചേസിലല്ലേ? പർച്ചേസിൽ ഇവിടെ എന്നാ നമുക്ക് കാണാനായിട്ട് ഇത് കപ്പലിൻ്റെ സൈഡ് ഭാഗമാണ്. ഈ ചെരിഞ്ഞിട്ടുള്ള ഗ്ലാസ്സാണ്. ആ ഭാഗത്ത് കൂടി കടലാണ് ഈ കാണുന്നത്. സൂപ്പർ മാർക്കറ്റിൽ കൂടി നിങ്ങൾ കാണില്ല. ഞാൻ പിന്നെ ഒന്ന് വിശദീകരിക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ഇങ്ങനെയുള്ള ഐറ്റംസ് കാണുക എന്നുള്ളതാണുള്ളത്. ഒരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് ഐറ്റംസ്. ഞാൻ പിന്നെ ഒന്നും വാങ്ങിയിട്ടില്ല, കാരണം അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ എടുത്തു വെക്കണ്ടേ. ഇപ്പോൾ ലാസ്റ്റ് പോകാൻ നേരത്ത് മേടിക്കാതിരിച്ചൊക്കെയാണ്. തിരിച്ച് നാട്ടിൽ പോകാൻ്റെ സമയമാകുമ്പോൾ. ഇത് സൂപ്പർ മാർക്കറ്റിൻ്റെ പിന്നെ ലാസ്റ്റ് ഭാഗമാണ്. കൗണ്ടർ, ക്യാഷ് കൗണ്ടറാണ്. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല ലേഡീസാണുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇനി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. കപ്പലിലെ കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടാണ് വിചാരിക്കുന്നത്. ഇത് കപ്പലിൻ്റെ 8ാം ഫ്ലോറിലൊരു സൈഡാണ്. ഈ ഗ്ലാസ്സിനോട് ചാരിയിട്ട് ഒരു സ്റ്റാൻഡിൽ ഒരു ടേബിളൊക്കെ ഉണ്ടാവും, തൊട്ടടുത്ത് കുറച്ച് കസാര ഉണ്ടാവും. ഇവിടെയാണ് കൂടുതൽ ആളും ഇങ്ങനെ നിൽക്കാറ്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ കടലിലേക്ക് നല്ല കാഴ്ചയാണ്. പിന്നെ ചെറിയൊരു പാസേജും കൂടിയാണ് ഈ ഭാഗം. ഈ പാസേജ് നേരെ ചെല്ലുന്നത് പിന്നെ വേറൊരു വലിയ ഹാളിലേക്കാണ്. ഈ ഹാള് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു കഫ്തീരിയ പോലത്തെ ഒരു ഭാവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ക്യാബിൻ. ഇതിൻ്റെ ഉള്ളിലാണ് റൂമും ബാത്റൂം എന്നുള്ള മോഡലിൽ. ഇതിങ്ങനെ ഒരു പാസേജാണ്. പാസേജ് കൂടി അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ റൂമുകളും കാര്യങ്ങളും. ഈ ഭാഗത്ത് ഒരു ബാൽക്കണി സ്റ്റൈലാണ് മറ്റേ ഭാഗത്തുള്ളത്. ഇത് സാധാരണ രാത്രി പിന്നെ ഓട്ടത്തിനുള്ള സമയത്താണ് ഇത് കൂടുതലും ഫുള്ളാകുക. ഇത് രാവിലത്തെ 2 മണിക്കൂർ യാത്രക്ക് ഇത് അങ്ങനെ എപ്പോഴും ഫുള്ളാവില്ല. ഇത് ഡ്രൈവർമാരുടെ ഒരു ലോഞ്ചാണ്. ഇതിൻ്റെ അടിഭാഗം ഇങ്ങോട്ട് 2, 3 താഴത്തേക്ക് 2, 3 അല്ല 2, 1 പിന്നെ താഴെ GF ഗ്രൗണ്ട് ഫ്ലോർ ലെവല്. ഇതൊക്കെ ഡ്രൈവർമാരെ വണ്ടികളൊക്കെ നിർത്തിയിരുന്നത്, വലിയ വലിയ ട്രക്കുകളും കാറുകളൊക്കെ നിർത്തിയിരുന്നതാണ് ഏരിയകളാണ്. ഇത് അതിലേക്ക് പോകുന്ന ഒരു സ്റ്റെയർ കേസാണ്. ഇത് കാർ ഡെക്ക് ഉണ്ടല്ലേ, ഇവിടെ കാർ ഡെക്ക് 3, 4 പിന്നെ അതിൻ്റെ താഴെയും ഇത് ഇങ്ങോട്ടേക്ക് ഡെക്കുണ്ട്. ഇവിടെ ഒന്നും
താമസവും പിന്നെ മറ്റുള്ള ഇതൊന്നുമില്ല. ഇത് കംപ്ലീറ്റ് ഒഴിഞ്ഞൊരു ഹാളായിരിക്കും. ഇതിലേക്ക് ഇവിടെ പ്രവേശനം, ഇവിടുത്തെ ഡോറൊക്കെ അത് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. അത് കയറുന്ന സമയത്ത് കണ്ടില്ല, ഇത് 4-5 കാർഡക്കാണ്. ഈ 4 ഇതാണ് ഡോറ് ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരായിരുന്നു. ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ അതുണ്ട്. കാരണം കണ്ടമാനം വാഹനങ്ങൾ ഇതിൽ പോകും, കണ്ടെയ്നറുകളായിട്ടും പിന്നെ കാറുകളായിട്ടും യാത്രാവാഹനങ്ങളായിട്ടും ഒക്കെ. ഇതിൻ്റെ പ്ലാനാണ്, ഇത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നത് ഇതിൻ്റെ പ്ലാൻ, ഓരോ ഫ്ലോറിൻ്റെ പ്ലാൻ. ഇത് ഇവിടുത്തെ റെഡിമെയ്ഡ് ഷോപ്പാണ്. പിന്നെ മുമ്പ് സൂപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും ഒക്കെ അല്ലേ കാണിച്ചിരുന്നത്. ഇത് കംപ്ലീറ്റ് ഡ്രസ്സിൻ്റെ ഏരിയ ആണ്. ഇവിടെ കംപ്ലീറ്റ് റെഡിമെയ്ഡ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇത് തൊപ്പികളുടെ സെക്ഷനാണ്. ഈ തൊപ്പിയുടെ ഭാഗത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കണ്ടമാനം സമയം കുറച്ച് ചിലവായിക്കോട്ടെ. പല മോഡൽ തൊപ്പികളുണ്ട്. ഇതിൽ കൂടുതലുള്ളത് ലേഡീസ് തൊപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അത്ര അങ്ങോട്ട് പറ്റിയിട്ടില്ല. ജെൻസ് തൊപ്പിയാണെങ്കിൽ ഒന്ന് നോക്കിയായിരുന്നു. കംപ്ലീറ്റ് ലേഡീസ് തൊപ്പികളാണ്. ഇവിടെയാണ് ഇവിടുത്തെ ക്യാഷ്യർ. ഇതിൻ്റെ ക്യാഷ്യറാണ് അവൾ. നാൺ വന്നു. ഇതും തൊപ്പിയുടെ ഒരു ഏരിയയാണ്. കുട്ടികൾക്കുള്ളതും സ്ത്രീകൾക്കുള്ളതാണ്, പെൺകുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ള ഒക്കെ തൊപ്പി മോഡലാണ്. ഇത് ഹാൻഡ് ബാഗ് സെക്ഷനാണ്. ഇതും ലേഡീസിൻ്റെ ഭാഗം തന്നെയാണ്. കോസ്മെറ്റിക്സ് ഐറ്റംസും ഇങ്ങനത്തെ ഒക്കെ പല സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് കപ്പലിൻ്റെ ഒരു സ്റ്റാഫാണ്. അവളോട് നമ്മുടെ നാട്ടിലേക്ക് വരണ വെച്ചാണ്, നമ്മളൊപ്പം വരുന്ന വെച്ചാണ്. അപ്പോൾ വരാൻ താല്പര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കണ്ടില്ലേ, ഇതും ഇതുപോലെ ഗ്ലാസ്സിനോട് ചാരിയിട്ട് ഒരു ടേബിൾ ഹൈറ്റിലുള്ളത് ഉണ്ടാവും, പിന്നെ ഒരു കസേര ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഏരിയന് ഓപ്പോസിറ്റ് കടലും കണ്ടങ്ങനെ ഇരിക്കുക. ഇതാണ് വലിയ ഹാള്. ഇതിൻ്റെ അടുത്താണ് നമ്മുടെ ബാഗ് വെച്ച് പോയിട്ടുള്ളത്. ഈ ഹാളിൻ്റെ പരിസരത്ത് തന്നെ ഇങ്ങനെ സിംഗിളായിട്ട് പാടുന്ന ഒരു പാർട്ടിയാണ് ഇത്. ഇത് കപ്പലിൻ്റെ സൈഡ് ഭാഗമാണ്. അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ലൈഫ് ബോട്ടുകളുണ്ട്, ആ ബോട്ടുകളും ഒക്കെ നിർത്തിയിരുന്നൊരു സ്ഥലമാണ്. ഒരു ബാൽക്കണി മോഡലാണ് ഇത്. മനുഷ്യന്മാരുടെ ടോയ്ലറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ പട്ടികൾക്കുള്ള ടോയ്ലറ്റാണ് കപ്പലിലുള്ളത്. ഈ യൂറോപ്യന്മാർ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഡോഗുകളെ കൊണ്ടു നടക്കും. അത് ഇവിടെ അലൗഡാണ്. അപ്പോൾ അതിൻ്റെ ടോയ്ലറ്റാണ് ഈ കാണുന്നത്. അങ്ങനെ പിന്നെ ഇത് ഇതേപോലെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. ആ ബോട്ടൊക്കെ വെച്ചിരുന്ന ബാൽക്കണിയിൽ ഇതൊരു നായ്ക്കുട്ടീനെയും കൊണ്ട് വന്നിരിക്കുന്ന ഒരു ലേഡി.
പുള്ളിക്കാരന് കാര്യം സാധിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇതാണ് ഇവിടെ ഇത് കുറച്ച് കരിങ്കല്ലൊക്കെ ഇട്ടിട്ടുള്ളൊരു ചെറിയൊരു ബോക്സാണ്. പിന്നെ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അത് പിന്നെ ഇവർ പിന്നെ ക്ലീനാക്കും തോന്നുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. ഒരു ഹെലികോപ്റ്റർ പോവുകയാണ്. അങ്ങ് ദൂരെ നോക്കിയാൽ കാണാം. അത് സൂം ചെയ്തിട്ട് കുറേ ദൂരത്താണ് അതുള്ളത്. എസ്റ്റോണിയ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ടാലിനിലാണ് നമ്മൾ കപ്പലിറങ്ങുന്നത്. അപ്പോൾ ടാലിനിലേക്ക് എത്താനായിട്ടുണ്ട്. ഇത് ടാലിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ ഷിപ്പാണ് ഈ കാണുന്നത്. കപ്പൽ ഡെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി കപ്പൽ പാർക്ക് ചെയ്യുന്നതാണ്. നമ്മളെ കാറും ബസ്സും ഒക്കെ അല്ലേ പാർക്ക് ചെയ്ത് കാണൽ. ഇത് കപ്പൽ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. കപ്പലിൻ്റെ ഈ ഒരു ബ്ലൂ കാണുന്ന കപ്പലിൻ്റെ സൈഡാണ്. മറ്റേത് ആ കോൺക്രീറ്റ് ഏരിയയാണ്. അപ്പുറത്ത് വേറൊരു കപ്പൽ നിർത്തിയിട്ട് നിൽക്കുന്നത്. ഇനി ഇതിനോട് ഇങ്ങനെ ചാരിയിട്ട് അങ്ങനെ പോയിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പാർക്ക് ചെയ്യണം. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാറുകൾക്ക് ഇറങ്ങാനുള്ള സൗകര്യം വേറെ ഉണ്ട്. ഇതൊക്കെ 1, 2, 3 കപ്പലുകളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം നല്ലോണം സൈഡ് പിടിച്ച് ആയിട്ടുണ്ട്. ഇതങ്ങ് ലോങ് വ്യൂ ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കപ്പൽ നിർത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് ആ കപ്പൽ. ഈ സൈഡ് ബാൽക്കണിയിലാണ് പുകവലിക്കാരും മറ്റൊക്കെ ഉണ്ടാവാറ്. ഇത് വേറൊരു താടിക്കാരനാണ്. എന്നെപ്പോലെ തന്നെ, എന്നെക്കാട്ടും കുറച്ച് നീളമുള്ള താടിയാണ് അദ്ദേഹത്തിന്. ഈ നാട്ടുകാരൻ തന്നെയാണ് പുള്ളിക്കാരൻ. ഇതാണ് ബാൽക്കണി. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ല പുകവലിക്കാരുണ്ടാവർ. ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. എല്ലാവരും ബാഗൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കാണാം എക്സിറ്റ് ടാലിൻ എന്നുണ്ടല്ലേ. ഇവിടുന്ന് ഇനി അങ്ങോട്ട് പുറത്തേക്ക് കാണാം. എല്ലാവരും ഫസ്റ്റ് ചാടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പൊ കപ്പൽ നിർത്തി ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ പുറത്തേക്ക് ഇതാണ് കപ്പലും പിന്നെ ഈ പുറത്ത് ഇറങ്ങുന്ന വഴിയും കൂടിയുള്ള വഴിയാണ്. ഈ ഒരു വീതിയാണുള്ളത് ആകെ. ഇതിലെ കൂടി അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് കപ്പൽ, നമ്മൾ വന്ന കപ്പൽ. ഞാൻ അങ്ങനെ ഇറങ്ങി പോകണം പുറത്തേക്ക്. ആ പുറത്ത് റോഡാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൂടി ഗ്ലാസ് കൂടി കാണുന്നുണ്ടല്ലേ. ലഗേജ് നമ്മൾ കപ്പലുകാരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ആ ലഗേജ് എടുക്കാൻ വേണ്ടി പോകണം. അതിനുള്ള ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിലും നല്ലത് 2 പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ലഗേജ് നമ്മുടെ സ്വന്തം കയ്യിൽ കൊണ്ടുപോയിരിക്കും നല്ലത് എപ്പോഴും. പിന്നെ ടൈം വേസ്റ്റ് ആവില്ല നമുക്ക്. അപ്പോൾ പുറത്ത് കിടന്നിരിക്കുന്നത് എസ്റ്റോണിയ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് ടാലിൻ. അപ്പോൾ ടാലിനിലാണ് ഈ ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടുള്ള സ്ഥലം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാസ്പോർട്ടോ വിസ ഒന്നും നോക്കുന്നില്ല. ഈ ശെങ്കൻ വിസ എന്ന് പറഞ്ഞാൽ 26 രാജ്യങ്ങളിൽക്കുണ്ടല്ലോ. ആ ഒരു വിസ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ ഒരു പാസ്പോർട്ടിൽ ആ വിസ കൊണ്ട് നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ വഴിയിൽ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സാധാരണ. അഥവാ ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അടിച്ച വിസാൻ്റെ പേജ് മാത്രം ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. എവിടെ ഇറങ്ങിയിട്ടുള്ളത് ആ ഒരു പേജ് മാത്രം ഇവർക്ക് കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു വിഷയം വരുന്നില്ല ഇവിടെ. ഇപ്പോഴാണ് ഈ പോർട്ടിൽ നിന്ന് മൊത്തം പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇത് റോഡ്, ഇവിടെ പിന്നെ ഗൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടൽ ആവശ്യാർത്ഥം ചോദിക്കുന്നവരുണ്ട്. ഇതാണ് ഇതിൻ്റെ പുറത്തെ കാഴ്ച. ഇവിടെ പിന്നെ ടാക്സികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങ് ദൂരെ കണ്ടില്ല വെള്ള കളറിൽ, അത് ഇവിടെ ഈ ടാലിൻ്റെ ടാക്സിയാണ്. ഓരോ നാട്ടിൽ ഓരോ കളറും കാര്യങ്ങളാണ്. ഇത് വെള്ള കളറിൽ ഇങ്ങനെ ഒരു ചുവപ്പ് ഇല വിരിച്ച പോലത്തെ ടൈപ്പാണുള്ളത്. ഇതാണ് ഓൾഡ് സിറ്റി ഹാർബർ. വനസാദം ഒരു മലയാള പേര് പോലത്തെ ഒരു പേരാണ് ഇതിൻ്റെ ടെർമിനലിൻ്റെ പേര്. അപ്പോൾ ഇതാണ് അതിൻ്റെ പുറംഭാഗം മൊത്തം. ഒരു ചെറിയൊരു മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എസ്റ്റോണിയ എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യമാണ്. ഈ പണ്ട് റഷ്യൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഇത് ഇവിടുത്തെ ടാലിൻ്റെ സിറ്റി സൈറ്റ് സീയിങ്ങിൻ്റെ ബസ്സാണ്. ഇതിപ്പോൾ വേൾഡിലെ എല്ലാ രാജ്യങ്ങളിലും ഇതേപോലെ പേര് എഴുതിയിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ് ഉണ്ടാവും. അതുവരെ ഒരു ഐക്കണാണ് ഇത് ബസ്സിൻ്റെ ബാക്ക് ഭാഗമാണ് ടാലിൻ. ഇതിൻ്റെ നമ്പർ 369. നമ്മളെ മമ്മൂട്ടീൻ്റെ വാഹനത്തിൻ്റെ നമ്പറാണ്. പുള്ളിക്കാരൻ കണ്ടാൽ അത് വാങ്ങും. അദ്ദേഹം വാങ്ങിക്കാളും ഈ വണ്ടി. ഇത് പോർട്ട് ഓഫ് ടാലിൻ, വനസാദം എന്ന് പറയും ഇവിടേക്ക്. ഇതാണ് സീപോർട്ട്. ഇവിടെയാണ് കപ്പൽ വന്നിറങ്ങുക. എസ്റ്റോണിയൻ്റെ എന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് ഈ ടാലിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ടാലിനിലാണ് നമ്മുടെ ബസ് വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ട് ഇനി അങ്ങോട്ട് പോകണം. ഇതെല്ലാ രാജ്യത്തും ഉണ്ടാകുന്ന ഇവരെ സിറ്റി ടൂർ നടത്തുന്ന പിന്നെ സൈറ്റ് സീയിങ് നടത്തുന്ന ബസ്സാണ് ടാലിൻ. ഇത് ഓരോ രാജ്യത്തിൻ്റെയും ഐക്കണാണ്. ഇതിൻ്റെ മെയിനായിട്ട് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ലണ്ടൻ ബസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ ആ സിൽവർ കളറുള്ള ആ ബസ്സാണ് നമ്മുടെ ബസ്. അതിലേക്കാണ് ഞങ്ങൾക്ക് കയറാറുള്ളത്. എസ്റ്റോണിയന്റെ ക്യാപിറ്റലാണ് ടാലിൻ. ഈ ടാലിനിലെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ചെറിയൊരു രാജ്യമാണ്. ഇതാണ് ഈ ബ്ലൂ ടീഷർട്ട് ഇട്ടുള്ളതാണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ ബസ് ഞങ്ങളിത് പുറപ്പെട്ടിട്ടുണ്ട്. വടക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഈ എസ്റ്റോണിയ. അതിൻ്റെ ക്യാപിറ്റലാണ് ടാലിന്. പിന്നെ ഇതിൻ്റെ വടക്ക് ഭാഗം ഫിൻലാൻഡും ഉൾക്കടലും, പിന്നെ പടിഞ്ഞാറ് സ്വീഡൻ്റെ ബാൾട്ടിക് കടലും, പിന്നെ തെക്ക് ലാത്വിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ രാജ്യവും, പിന്നെ കിഴക്ക് റഷ്യൻ്റെ അതിരാണ് ഈ എസ്റ്റോണിയൻ്റെ അതിര് പങ്കിടുന്നത്. ഇവിടെ 2200-ലധികം ദ്വീപുകളുണ്ട്. ബാൾട്ടിക് കടലിൻ്റെ കിഴക്ക് തീരത്താണ് ഇത് ശരിക്കും നിൽക്കുന്നത്. മൊത്തം 45,400 ചതുരശ്ര കിലോമീറ്ററാണ് ഈ ഇതിന് വിസ്തൃതി ഉള്ളത്. തലസ്ഥാന നഗരമാണ് പിന്നെ ടാലിനും, പിന്നെ വേറൊരു വലിയൊരു സിറ്റിയും കൂടി ഉണ്ട്, ടാർട്ടു എന്നറിയും. ടാർട്ടു. ഇത് രണ്ടുമാണ് ഈ രാജ്യത്തെ രണ്ട് വലിയ നഗരപ്രദേശങ്ങളുള്ളത്. പിന്നെ എസ്റ്റോണിയൻ്റെ ഒരു ഔദ്യോഗിക ഭാഷ ഉണ്ട്, എസ്റ്റോണിയൻ ഭാഷ. പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ രണ്ടാമത്തെ ഫിനിക് ഭാഷ സംസാരിക്കുന്നതും പിന്നെ ഇവിടെയാണുള്ളത്. പിന്നെ ഇംഗ്ലീഷ് ഭാഷയും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇവരെ ദേശീയ ഭാഷ എസ്റ്റോണിയൻ എന്ന പറയുന്ന ഭാഷയാണ്. ഇവിടെ 25% റഷ്യക്കാരും ഒരു 70% ഈ എസ്റ്റോണിയക്കാരുള്ളത്. പിന്നെ 2% ഉക്രൈൻകാരുണ്ട്. പിന്നെ കുറച്ച് മറ്റുള്ള ആൾക്കാരും ഒക്കെ ഉള്ളത്. 65% മതമില്ലാത്തവരാണ്. പിന്നെ ഒരു 34% ക്രിസ്തുമതം ഇവിടെ ഉള്ളത്. എസ്റ്റോണിയൻ്റെ തലസ്ഥാനമായ ടാലിനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ടാലിൻ ആണ് ഒരു സിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള നാടാണ് ഈ എസ്റ്റോണിയ. ഇപ്പോഴത്തെ പ്രസിഡന്റ് അലർ കാരിസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ പ്രധാനമന്ത്രി കാജ കല്ലാസ്. സർക്കാർ ഏകീകൃത പാർലമെന്ററി റിപ്പബ്ലിക്കാണ് ഇവിടെ.
1918 പിന്നെ ഫെബ്രുവരി മാസം റഷ്യയിൽ നിന്ന് ഇവർ സ്വാതന്ത്ര്യം നേടി. പിന്നെ സോവിയറ്റ് ജർമ്മൻ്റെ അധിനിവേശന് 1940 മുതൽ 1991 വരെ. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയത് 1991 ഓഗസ്റ്റ് 20 യൂറോപ്യൻ യൂണിയനിൽ, അതായത് EU എന്താ പറയുക, യൂറോപ്യൻ യൂണിയൻ, അതിൽ ചേർന്നത് മെയ് 1, 2004 ഇവരെ കറൻസി യൂറോ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു യൂറോക്ക് നമ്മുടെ നാട്ടിൽ 85 രൂപൻ്റെ അടുത്ത് വില ഉണ്ട്. ഈ എസ്റ്റോണിയയിൽ BC 9000 പിന്നെ മുതൽ ഇവിടെ മനുഷ്യർ അധിവസിച്ചിരുന്ന പറയുന്നത്. 13-ാം നൂറ്റാണ്ടിലാണ് മാർപ്പാപ്പ അനുവദിച്ച ലിവോണിയൻ കുരിശുദ്ധത്തെ തുടർന്നാണ് ക്രിസ്തുമതം സ്വീകരിച്ച യൂറോപ്പിലെ അവസാനത്തെ നാഗരികതകളിൽ ഒന്നാണ് ഈ എസ്തോണിയ. ഇവിടെ റോഡ് സൈഡിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്, അതങ്ങനെ ഒരു യൂണിഫോം ആയിട്ട് തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് മരങ്ങളല്ലാതും. തടി വരെ ഒരു വ്യവസായം തന്നെയാണ്. മാനവ വികസന സൂചികയിൽ ഉയർന്ന റാങ്കാണ് എസ്റ്റോണിയക്കുള്ളത്. വെറും പിന്നെ 1.3 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഇത് യൂറോപ്യൻ യൂണിയന്, പിന്നെ യൂറോസോണ്, OECD, ഷെങ്കൻ ഏരിയ, നാറ്റോ എന്നിവയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള അംഗങ്ങളിലൊന്നാണ് ഈ എസ്തോണിയ രാജ്യം. പിന്നെ അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ എസ്തോണിയ സ്ഥിരമായിട്ട് ഉയർന്ന റാങ്കിലാണ്. അതായത് ജീവിത നിലവാരം, വിദ്യാഭ്യാസം, പത്രസ്വാതന്ത്ര്യം, ഇതിനൊക്കെ ഇതിൽ 11,000 വർഷങ്ങൾക്ക് മുമ്പ് അവസാന ഹിമയുഗത്തിലെ മഞ്ഞുരുകിയപ്പോൾ ഈ എസ്റ്റോണിയയിൽ മനുഷ്യവാസം സാധ്യമായി എന്നാണ് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ എസ്റ്റോണിയയിലെ ഒരു സിന്ധി പട്ടണത്തിനടുത്തുള്ള പർണു നദിയുടെ തീരത്തായിരുന്നു പുള്ളി സെറ്റിൽമെൻ്റാണ് എസ്റ്റോണിയയിൽ അറിയപ്പെടുന്ന ഏറ്റവും പഴയ വാസസ്ഥലം. ഇത് ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ താമസാക്കിയിട്ടുള്ളത്. പഴയ കാലത്ത് വേട്ടയാടൽ, പിന്നെ മീൻപിടുത്തം, ഇതൊക്കെയായിരുന്നു വരുമാന മാർഗം. ഈ കാണുന്ന ചോപ്പ് കണ്ടില്ലേ, ചോപ്പ് ലൈന്, അത് ഇവിടുത്തെ സൈക്കിളുകാർക്ക് പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു വഴിയാണ്. അത് സൈക്കിൾ യാത്രക്കാർ, പൊതുവേ യൂറോപ്പിൽ സൈക്കിൾ യാത്രക്കാർ കൂടുതലുള്ളത്. എസ്റ്റോണിയൻ്റെ തലസ്ഥാനമാണല്ലോ ടാലിൻ എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും ജനസംഖ്യ ഉള്ളത് ഇവിടെയാണ്, ഈ ടാലിനിലാണ്. പിന്നെ ബാൾട്ടിക് കടലിൻ്റെയും പിന്നെ ഫിൻലാൻഡ് ഉൾക്കടലിൻ്റെ തീരത്താണ് ഈ ടാലിൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ടാലിനിൽ ആകെ 4,30,000 ചില്ലാൻ ആളുകളുള്ളൂ ജനസംഖ്യ ഇവർ താമസമുള്ളൂ 2022 വരെ കണക്ക് പ്രകാരം. ഈ എസ്തോണിയൻ്റെ പ്രധാന സാമ്പത്തിക, വ്യാവസായിക, സാംസ്കാരിക കേന്ദ്രമാണ് ഈ ടാലിൻ. പിന്നെ ഇവിടുത്തെ രാജ്യത്തെ 2ാമത്തെ വലിയ നഗരമുണ്ട് ടാർട്ടു. അത് ഇവിടുന്ന് 187 കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹെൽസിങ്കിയിൽ നിന്ന് ഈ ടാലിനിലേക്ക് 80 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തെക്കാണ് ഹെൽസിങ്കി നിൽക്കുന്നത്. പിന്നെ പടിഞ്ഞാറ് ഏകദേശം ഒരു 320 കിലോമീറ്റർ ദൂരത്താണ് റഷ്യൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് ഉള്ളത്. അതേപോലെ പിന്നെ ഇവിടുന്ന് 300 കിലോമീറ്ററാണ് ലാത്വിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുന്ന് ഒരു ചെറിയ രാജ്യമുണ്ട്, അവിടേക്കുള്ള ദൂരം. ലാത്വിയ വടക്ക് ഭാഗത്താണ്. പിന്നെ കിഴക്ക് ഭാഗത്ത് സ്വീഡൻ്റെ സ്റ്റോക്ക്ഹോമാണ്, അവിടേക്ക് 380 കിലോമീറ്ററാണ്. ഈ ദൂരമൊക്കെ ഇങ്ങനെ പിന്നെ ബോർഡർ കിടക്കുന്നത് ജസ്റ്റ് നമുക്കിങ്ങനെ ഇവിടെ യൂറോപ്പിൽ അങ്ങനെ വെച്ചാൽ ജസ്റ്റ് ബസ്സിൽ അങ്ങനെ കവർ ചെയ്ത് പോവുകയോ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ കാര്യമായിട്ടുള്ള സിറ്റി ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. പൊതുവെ നല്ല പച്ചപ്പുള്ള ഏരിയ ആണ്. ഇതും സൈക്കിൾ റൂട്ടാണ്. പച്ചപ്പ് നല്ലോണം ഉള്ളൊരു സമയമാണ് ഇവിടുത്തെ സമ്മർ സമയമാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഐസ് സീസൺ കുറച്ച് വരാനുണ്ട്. അധികം ഐസില്ല, ഒരു പാകത്തിന് ഐസുള്ളൂ ഉണ്ടാവില്ല ഇവിടെ. മരങ്ങൾ കണ്ടമാനം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവരിവിടെ അങ്ങനെ. അത് നല്ല സ്റ്റൈലായിട്ടുള്ളതാണ്, ഓക്സിജൻ്റെ കുറവുണ്ടാവില്ല. അപ്പോൾ ടാലിൻ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ടാലിനിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇനി ബസ് ഇറങ്ങണം. ബസ് നിർത്തിയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള കുറേ ചരിത്ര പ്രധാന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. Years of my
my first 20 years were in Soviet Union. I could not even dream of buying a ticket and going to Helsinki. My parents one got that permission, and if you got it, it was just once in a lifetime. എസ്റ്റോണിയന്റെ ക്യാപിറ്റലാണ് ടാലിൻ. ഈ ടാലിൻ സിറ്റി ടൂറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടാലിൻ സിറ്റി ടൂറിന്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് ടാലിനിലെ അലക്സാണ്ടർ നെവിസ്കി കത്തീഡ്രലാണ്. ഇവിടെ സെൻട്രൽ ടാലിനിലെ ടൂംബിയ കുന്നിലുള്ള ഒരു യാഥാസ്ഥിക കത്തീഡ്രലാണിത്. 1894 1900 കാലഘട്ടത്തിലാണ് ഒരു സാധാരണ റഷ്യൻ നവോത്ഥാന ശൈലിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. രൂപകൽപ്പന ചെയ്തത് മിഖായേൽ പ്രീ ബഹോൻസ്കിന്റെ ഇതിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ടാലിനിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് പള്ളിയാണ്. ഇത് പള്ളീൻ്റെ മുൻപിലുള്ള ഒരു ഒഴിഞ്ഞ കട്ടയൊക്കെ വിരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ പള്ളി നിൽക്കുന്നത്. ഇതാണത്. എസ്തോണിയൻ ദേശീയ ഇതിഹാസമായ കാലേവി പൂഗിന്റെ നായകനായ കാലേവിനെ അടക്കം ചെയ്തതായി പറയപ്പെടുന്ന ഐതിഹ്യമനുസരിച്ച് നിരവധി സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ അലക്സാണ്ടർ നെവസ്കി കത്തീഡ്രൽ. ഇനി നമുക്ക് പള്ളീൻ്റെ അകത്തേക്കൊന്ന് കയറാം. സ്റ്റെപ്പ് കയറാം. വീഡിയോ അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് ഇല്ല അറിയുന്നത്. കുറച്ച് സമയം പറ്റിയിട്ടുണ്ടെങ്കിൽ എടുക്കാം. Sorry, no pictures. No pictures. No picture not allowed. Excuse me, no photo. Yes. പള്ളിയുടെ അകത്ത് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് ഉള്ള ആ ഫ്രണ്ടിലെ ഒഴിഞ്ഞ മുറ്റാണ് ഈ കാണുന്നത്. ഇവിടെ ഇങ്ങനെ ആളുകളൊക്കെ ഒരുപാട് വരും. ഈ ടാലിനിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ സന്ദർശിക്കുന്നതാണ്. ടൂറിസ്റ്റേഴ്സ് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് റഷ്യൻ്റെ കാലത്ത് ഇതെല്ലാം ഉണ്ടാക്കിയിരുന്നത്. അന്ന് ഔദ്യോഗികമായി മതപരമല്ലാത്തതിനാൽ കത്തീഡ്രൽ ഉൾപ്പെടെ പല പള്ളികളും ഇവിടെ ജീർണാവസ്ഥയിലായിരുന്നു. പിന്നെ 1991 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ് വളരെ സൂക്ഷ്മതയോടെയാണ് പള്ളി ഇവർ നോക്കി നടത്തുന്നത്. ഇതിൻ്റെ പുറത്തിങ്ങനെ പിച്ചക്കാർ കുറേ ഇരിക്കുന്നുണ്ട്. പിച്ചക്കാരില്ലാത്ത നാടുകളില്ലല്ലോ. ഇത് നമ്മളെ ഗൈഡ് വിശദീകരിക്കുകയാണ്. One more. Alexander Nevsky. So it is Alexander from Neva. From Neva River. So Britain had more colonies, Germany had less. So we were one of them. Our culture and language is also influenced by German, but we are not speaking German here. So we kept our language like you have kept your language and are speaking that. We were totally separated, so we were just the lower class. Slave class. ഇവിടുത്തെ ഏകദേശം മുഴുവൻ കെട്ടിടങ്ങളെന്ന് തന്നെ പറയാം. ഇതൊക്കെ സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളാണ് കംപ്ലീറ്റ്. ഇതൊരു കോട്ടയാണ് ഈ കാണുന്നത്. So still here, still preserved, but not around the opposite. Here houses were built of wood or timber, they burned down 1684, and then they rebuilt the houses in 1800. If you think that now it's so terrible in the world, think back to 1684. All houses burnt down. They down there lost clients. No people died. So they lost clients due to economic crisis. They had houses in countryside, they moved to countryside.
some years later, ഇവിടെ അതുപോലെയാണ്. യൂറോപ്പിൽ പൊതുവെ ഇതേ മോഡലാണ്, ഇങ്ങനെ ചെറിയ കരിങ്കല്ലിൻ്റെ പീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴായാലും നടക്കാനൊക്കെ നല്ല സുഖമാണ്. ഇതൊക്കെ പിന്നെ റഷ്യൻ്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളാണ്. ഒക്കെ നിലമൊക്കെ നല്ല വൃത്തിയാണ്. കണ്ട ഇതൊരു ഉരുളൻകല്ല് മോഡലാണ് ഇതിനുള്ളത്. കണ്ട ഒരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേക്ക് ഇങ്ങനെ ഒരു പ്ലെയിനാണ്. ഇതിങ്ങനെ കുറച്ചേക്ക് ഒന്നിങ്ങനെ പ്രൊജക്റ്റ് ഒരു ഉരുളിച്ചുള്ള മോഡലുള്ള ഒരു കല്ലാണുള്ളത്. ഇത് വേറൊരു ടൈപ്പ് കല്ല്. ഇവിടെ പൂക്കളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സമ്മർ സീസണാണ്. പലവിധ കളറുള്ള പൂക്കൾ. ഇത് രണ്ടുപേര് കച്ചവടക്കാരത്തിയാണിത്. You can taste. Next, Hello, yes. how much charge? so we are now in the lowest city. This, yes, you can taste. This is traditional cinnamon So you almonds, have just most entered. popular orange pecan, and Already this is cashew something with cherry. Tasty. By the way, she's ഇതൊക്കെ ഒരു ജീവിതമാർഗ്ഗമാണ്. ഇതിവിടെ ഒരു ചെറിയൊരു ഗാനമേളയാണ്. ഇത് സാധാ ഹൈറ്റ് ലെവലിൽ നിന്നും താഴ്ന്നിട്ടാണത്. സ്റ്റേജ് താഴ്ത്ത് ആളുകൾ ഉയരത്തിലാണ് നിൽക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന സ്ഥലം താഴ്ന്നിട്ടും സ്റ്റേജ് മുകളിലല്ല ഉണ്ടാകുക. ഇത് മുകളിൽ ആൾക്കാരും താഴെ സ്റ്റേജാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് കുറച്ച് കേട്ടോളേ. Man medene memnan parem lana moshues Iza kutsa rodem shamach Re parladali Heda vozal Heda atrade യൂറോപ്പിൽ ഈ നായ്ക്കുട്ടികളെ കൊണ്ടുനടക്കൽ, പട്ടിക്കുട്ടികളെ കൊണ്ടുനടക്കൽ നമ്മളെ മനുഷ്യക്കുട്ടികളെ കൊണ്ടുനടക്കുന്നതാണ്. ഇതിനൊരു കുപ്പായ കിട്ടെടുത്തിട്ടാണ് ഈ പെണ്ണുങ്ങൾ കൊണ്ടുനടക്കുന്നത്. ഒരു ചെറിയൊരു പട്ടിക്കുട്ടിയാണ്. പട്ടിക്കുട്ടിയും ഒപ്പം ഓരോ സ്വന്തം കുട്ടിയുണ്ട്, പിന്നെ ചെറിയ പട്ടിക്കുട്ടിയുണ്ട്. പട്ടിക്കുട്ടിക്ക് ഒരു ടീഷർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ല രസമുണ്ട് ടീഷർട്ട് പുള്ളിക്കാരൻ്റെ. ഇവിടെ അങ്ങനെയാണ്. കപ്പലിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ ഈ നായ്ക്കുട്ടികളെ കൊണ്ടുനടക്കുക അവർ. ഇവിടെ അതിന് അനുമതി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു പ്രതിമയാണ് ഇവിടുത്തെ. ഇത് എസ്റ്റോണിയ ഒരു ടൗൺ ടൂറാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ ടൗൺ സിറ്റി ടൂറിലെ പല കാഴ്ചകളും നിങ്ങൾ കാണാം. പണ്ട് റഷ്യൻ്റെ അടുത്തായിരുന്നു, 1990-ലാണിത് റഷ്യൻ്റെ അടുത്ത് നിന്ന് വേറെ വിട്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ പലവിധ കാഴ്ചകളാണ് ഇന്നത്തെ കാഴ്ച. ഇതാണ് ടാലിനിലെ സെന്റ് ഒലാഫ് ചർച്ച്. ഇതിന്റെ ഉയരം 124 മീറ്റർ ആണ്. 12-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇത് ബാപ്റ്റിസ്റ്റ് പള്ളിയായിട്ട് മാറിയിട്ടുണ്ട്. അവരെ യോഗം ചേരുന്നൊക്കെ ഇവിടെയാണ്. ക്രിസ്തുമതത്തിന്റെ ഏകീകൃത പാശ്ചാത്യ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമായിരുന്നു. 1944 മുതൽ 1991 വരെ ഈ സോവിയറ്റ് ഇവിടുത്തെ സെന്റ് ഒലാഫ് പള്ളിയുടെ സ്പയറിനെ റേഡിയോ ടവറായും നിരീക്ഷണ കേന്ദ്രമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഈ ഭാഗം മുമ്പ് ഞാൻ കാണിച്ചിരുന്ന അലക്സാണ്ടർ നെവസ്കി കത്തീഡ്രൽ ഉണ്ടല്ലോ ടാലിനിലെ, അതിൻ്റെ ഒരു ബാക്ക് ഭാഗമാണ്. ഈ ഇതിലൂടെ ഇങ്ങനെ ഇതൊരു 2 തരം വഴിയുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യാം. പിന്നെ നല്ല ഉരുളൻ കല്ലുകൾ, ഈ യൂറോപ്പിൻ്റെ മാത്രം പ്രത്യേകതയാണിത്. ഇങ്ങനത്തെ ഉരുളൻ കല്ലുകളിൽ അതിലേക്ക് അങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്യാം. സ്റ്റെപ്പ് ഇറങ്ങിപ്പോൾ ഇതങ്ങനെ പോകുന്ന എവിടേക്ക്, ഇവിടെയാണ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ആ മാർക്കറ്റിലേക്കാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ്റെ കൊടിയുണ്ടല്ലേ, ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഏതോ ഒരു ഗ്രൂപ്പ് വന്നതാണ്. അവരെ പിന്നെ ലീഡറാണ് കൊടിയും പിടിച്ച് മുന്നിൽ കിടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇത് പാകിയിട്ടുള്ളത്. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തും ഇതേ മോഡലിലൊരു കട്ട സ്റ്റൈലിലാണ് ഞാനും പാകി വെച്ചിട്ടുള്ളത്. ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഇതിലെ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്.
ഇങ്ങനെ കുറേ സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങി പോവാൻ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ തെരുവ് കച്ചവടക്കാരുടെ ഒരു ഏരിയയാണ്. എസ്റ്റോണിയ രാജ്യത്തെ തൊപ്പികളാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ കച്ചവടക്കാരെ കാണാം. ഒരുപാട് കച്ചവടക്കാരുണ്ട്, കാര്യമായിട്ട് തൊപ്പിയുള്ള. ഇതൊരു വാഹനം കണ്ടില്ല, ഇതിവിടെ സ്ഥിരം യൂറോപ്പിലുള്ള വാഹനമാണ് ഈ ഒരു ഇതിൽ പോകുന്നത്. ഇതിങ്ങനെ റെൻറ്റിനെടുത്തിട്ട് പോകുന്നതാണ്. ഇവിടെയുണ്ട് തൊപ്പികൾ ഒരുപാടുണ്ട്. എനിക്ക് തൊപ്പികൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് തന്നെ ഒരു തൊപ്പിയുടെ കളക്ഷൻ തന്നെ ഉണ്ട്, കണ്ടമാനം തൊപ്പിയുണ്ട്. എല്ലാ രാജ്യത്ത് പോകുമ്പോഴും ഞാൻ തൊപ്പികൾ വാങ്ങും. ഇതൊക്കെ ടാലിനിലെ ആളുകൾ തന്നെയാണ്. ആളുകൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളല്ല, ഒക്കെ ലേഡീസാണ്. അവർക്കൊക്കെ തണുപ്പുണ്ട്, എനിക്ക് വലിയ തണുപ്പൊന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ചൊരു സെൽഫി വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്താണ് ഇവിടുന്ന്. അവിടുത്തെ സെയിൽസ് ഗേളല്ല, സെയിൽസ് വല്യമ്മ എന്ന് പറയും. 15 യൂറോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി 1275 ഉറുപ്പ്യ അയക്കുന്നത് ഒരു തൊപ്പീൻ്റെ വിലയാണ്. തൊപ്പി നല്ല സൂപ്പർ തൊപ്പിയാട്ടോ, സൂപ്പർ ക്വാളിറ്റി തൊപ്പിയാണ്. Hi. Hi. How are you? Fine. ഇതൊരു കരിങ്കല്ലിൻ്റെ അതേ മോഡലിലുള്ള റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്താണ്. ഇവിടുത്തെ ചെടികളൊക്കെ ഇങ്ങനെയാണ്. ഇത് കോൺക്രീറ്റിൻ്റെ ഒരു ട്രേ പോലെ ഉണ്ടാക്കിയൊക്കെയാണ്, ഒരു കുഴിയിലായിട്ട്. അതിൻ്റെ പുറത്ത് ആളുകൾക്ക് ഇരിക്കുകയും ചെയ്യും, അതുപോലെ ഒന്നും ആളുകൾ ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ നടുക്ക് ഇങ്ങനെ പൂക്കളും വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. നല്ല ഭംഗിയാണ് അത് കാണാൻ. പൊതുവേ യൂറോപ്പിലൊക്കെ അങ്ങനെയുള്ളത്. ഇപ്പോൾ പൊതുവേ സമ്മർ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ പലവിധ മിക്സഡായിട്ടുള്ള കളറുള്ള പൂക്കളാണ് ഇവരുണ്ടാക്കൽ. ഈ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട്. അതേപോലെ നമ്മളെ നെതർലാൻഡിൽ ഇവിടെയൊക്കെ എങ്ങനെയാണ് പൂക്കൾ ഇങ്ങനെ ഒരു കൂട്ടിയിടുന്നത്. ഏറ്റവും വലിയ പൂന്തോട്ടമുള്ളത് നെതർലാൻഡിലാണ്. അതല്ലാണ്ട് ഇങ്ങനെ റോഡ് സൈഡിലുള്ളതൊക്കെ ഇതേപോലെ ഇങ്ങനെ മിക്സഡ് ആക്കിയിട്ടാണ് അവർ ചെയ്യാറുള്ളത്. നല്ല ഭംഗിയാണിത് കാണാൻ. അത് നിലം കംപ്ലീറ്റ് കരിങ്കല്ലിൻ്റെ റെക്റ്റാങ്കിൾ പീസ് പോലിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ കോൺക്രീറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണിത്. പിന്നെ ഇതേപോലെ കുറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങളുടെ കച്ചവടമുണ്ട്. Welcome to Viking Road. How much this? Which one? This one? For you? These 25. Local Viking money. No, euro how much? Same price. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ല വെറൈറ്റി തൊപ്പികളൊക്കെ ഉണ്ട്. ഒറിജിനൽ രോമത്തൊപ്പികളും ഗ്ലൗസുകളും മറ്റൊക്കെ നല്ല കോസ്റ്റ്ലി ഐറ്റം. ലേഡീസ് ഉണ്ട്, ജെൻസ് ഉണ്ട്. അതിന് പുറമെ രോമം മറ്റിതിൻ്റെ മൃഗങ്ങളുടെ രോമത്തിൻ്റെ ഒരു ഷീറ്റൊക്കെ ഉണ്ട്. ഇതല്ല നല്ല സൂപ്പർ തൊപ്പിയാണ്, നല്ല മിനുസുള്ള മുയലിൻ്റെ തൊപ്പി. ഇങ്ങനത്തെ തൊപ്പികളൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം ഉണ്ടാവൽ. ഇതിവിടുത്തെ ഒരു സ്ക്വയറാണ്, ഒരു ഒഴിഞ്ഞൊരു ഏരിയയാണ്. ഈ സൈഡിലുള്ള ഈ താൽക്കാലിക കടകളുണ്ടല്ലോ, ഈ കടകളൊക്കെ മറ്റേ ടാർപോയിൻ്റെ പിന്നെ
മൂരി കൊണ്ടുപോകാൻ പറ്റുന്ന മോഡലാണ്. രാത്രി ആയി കഴിഞ്ഞാൽ അതങ്ങോട്ട് മടക്കി കൊണ്ടുപോകാം നമുക്ക് ആ ഒരു കൂട്. അങ്ങനത്തെ മോഡൽ തെരുവോര കച്ചവടക്കാരാണ് ഇവിടെ. അത് കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു സ്ക്വയറാണ് ഇവിടെ. ഇനി ഇവിടെയുള്ള ബാക്കിയുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം നമുക്ക്. From Estonia. Good name, please. Eva. 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 Now for years it has attracted tourists, and for years it has produced. ഇതൊരു വല്യമ്മയാണ്, എസ്റ്റോണിയക്കാരി തന്നെയാണ്. കാറ്റുകൊള്ളാനിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ പുറത്ത്. വയസ്സായില്ലേ. അതിൻ്റെ തൊട്ടടുത്ത് കടകളും കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ പലർക്കും ഇരിക്കാനുള്ള ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിലുണ്ടാവും. അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് ഇവിടെ. ഫിൻലാൻഡ് നമ്മുടെ അടുത്ത് വീഡിയോ ഫോട്ടോ ഒക്കെ അല്ലേ? ഫിൻലാൻഡിൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് വീഡിയോ ഫോട്ടോസൊക്കെ ഇല്ലേ? അതന്നെ ധാരാളമല്ലേ നമ്മുടെ അടുത്ത്. Here where I am, take a photo from here. So all houses will come like that. Two big windows, we have never touched the light. Two big windows and all ഇത് ടൂറിസ്റ്റേഴ്സിനെ ഇങ്ങനെ കൊണ്ടിറക്കുന്ന കുതിരവണ്ടിയാണ്. അതൊരു ചെറിയൊരു പെൺകുട്ടിയാണിത് കൈകാര്യം ചെയ്യുന്നത്. ഒരു കുതിരയും അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സീറ്റുകളുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു രാജകീയ പ്രൗഢിയിൽ നിൽക്കുന്നൊരു സംഭവമാണ്. പഴയ കാലത്തെ രാജ്ഞിമാരൊക്കെ പോകുന്ന മോഡലിലുള്ള ഒരു ഇവളാണ് അതിൻ്റെ കൈകാര്യകർത്താവ്. ഈ കുതിരൻ്റെ വാലാണ് നല്ലോണം വാർന്ന് ഒതുക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ അഴുക്ക് വരാതിരിക്കാണ്ട് അവർ ചെറിയൊരു അതിനൊരു സെഞ്ചി പോലത്തെ ഒരു സാധനം അങ്ങനെ കെട്ടിയിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത്. Per head 10 euro. Sorry? Per head 10 euro. 6 seats. പിന്നെ ഒരു ഐസ്ക്രീം കട. ഈ തണുപ്പ് സ്ഥലത്തുനിന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ തണുപ്പായി കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കില്ലല്ലോ. പക്ഷേ ഈ നാട്ടിലുകളും സ്വിറ്റ്സർലാൻഡിലാണ് ഐസ്ക്രീമിൻ്റെ ഇത്. ഞാൻ മുമ്പൊരു എപ്പിസോഡ് കാണിച്ചിരുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ഐസ്ക്രീം, തണുപ്പിന് ഐസ്ക്രീം കഴിക്കുന്നത്. ചുമരിലൂടെ ഇങ്ങനെ ഐസ്ക്രീം വരും. ഇത് അതുപോലത്തെ ഒരു ഐസ്ക്രീമാണ്. ഐസ്ക്രീമിനെ പോലെ തന്നെ നല്ല രസമുള്ളൊരു കുട്ടിയാണ്, ചെറിയൊരു കുട്ടിയാണ് ഇത് വിൽപ്പന നടത്തുന്നത്. ഐസ്ക്രീം ഇവരൊരു വീക്ക്നെസ്സാണ്. അതെല്ലാവരും ഇങ്ങനെ വാങ്ങി കഴിക്കും. ഈ തണുപ്പ് സമയത്ത് അത് കഴിക്കും. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഐസ്ക്രീം. കാലാവസ്ഥ എപ്പോഴും ഒരു മൂടൽ കാലാവസ്ഥയാണ്. മഴക്കൊരു സാധ്യത ഉള്ള പോലെ തോന്നുന്നുണ്ട്. വെയിൽ കുറവാണ്. എസ്റ്റോണിയയിലെ ടാലിൻ ഓൾഡ് ടൗണിൻ്റെ ഈ മധ്യഭാഗത്തുള്ള ടാലിൻ ടൗൺ ഹാളിന് അടുത്തുള്ളൊരു ടൗൺ സ്ക്വയറാണ് ഈ കാണുന്നത്. ഇവിടേക്ക് റൈക്കേജ പ്ലാറ്റ്സ് എന്നാണ് ഇവർ പറയൽ. അതായത് ഇംഗ്ലീഷിൽ അതിന് ടൗൺ ഹാൾ സ്ക്വയർ എന്ന് പറയും. മറ്റേ ഇവരുടെ ഭാഷയിലാണത് റൈക്കോജ പ്ലാറ്റ്സ് എന്ന് പറയുക. ഇവിടെ ഒരു വേദി ഉണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ പല പരിപാടികളും സംഗീത കച്ചേരികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് പിന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇത് റെസ്റ്റോറൻറ്റിൽ ആളുകൾ ഇരിക്കുകയാണ് ഇങ്ങനെ. പിന്നെ അതിന് പുറമെ ബാറുകളുണ്ട്. അതിന് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ബാറ് ഇഷ്ടംപോലെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. ആ ഒരു ഭാഗമാണ് ഈ ഭാഗം. നല്ല പുറത്തൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളാണ്. ഒരു പൊടി, ഒരു കടലാസോ അങ്ങനത്തെ ഒന്നും പുറമെ കാണാൻ കഴിയൂല നമുക്ക്. അത്രക്കും ക്ലീനാണ് ഈ ഭാഗം. എസ്റ്റോണിയ ടൗൺ ഹാൾ സ്ക്വയർ ആണ് ആ കാണുന്നത്. ഇവിടെയുള്ള ഈ സ്ക്വയറിൽ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ വീതിയുള്ള ഒരു വാഹനത്തിന് പോവുകയും ചെയ്യാം. പിന്നെ കുറച്ചും കൂടി ഗ്യാപ്പുള്ള ടൈപ്പുള്ളതാണ്. ഇങ്ങനെ ഇതുപോലെ കട്ട വിരിച്ചിട്ടുള്ള തന്നെയാണ്. ഇതിലൂടെയൊക്കെ വാഹനങ്ങൾ പോകും. ഇതൊരു പഴയകാല കെട്ടിടം തന്നെയാണ്. ഒക്കെ പഴയകാല കെട്ടിടം തന്നെ. പഴയ വാതിലും കാര്യങ്ങളാണ് നിൽക്കുന്നത്.
देखने में क्या है? देखने में भी संतुष्ट होते हैं। My God. ഈ റോഡ് അങ്ങനെ പോയിട്ട് ഇതിങ്ങനെ നീളത്തിൽ അങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് പിന്നെ ഒരു മെയിൻ റോഡിലേക്ക് വന്ന് ചേരും. അപ്പോൾ അതോടെ ഈ ഒരു ടൗണിൻ്റെ ഈ ഒരു ഭാഗം കണ്ട് കഴിയും. ഇതൊരു മാതാവ് 2 ഇരട്ടക്കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഉന്തുവണ്ടിയിൽ പോവുകയാണ്. കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ ഉന്തി കൊണ്ടുപോകാൻ നല്ല സുഖം. കാരണം അത്രയും ക്ലീനാണ് റോഡും കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ ചാട്ടം ഉണ്ടാവുന്നുള്ളൂ. കാരണം കംപ്ലീറ്റ് റബ്ബറൈസ്ഡ് അല്ലാത്ത ഒരു മോഡലാണല്ലോ, കട്ട വിരിച്ചാണല്ലോ. അത് സമയത്തിന് മരുന്ന് പിടിക്കണം. ഇതൊരു മൂലയാണ്. ഈ മൂലയിൽ നിന്ന് റൈറ്റിലേക്കും റോഡുണ്ട്, ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. ഇവിടെ റോഡൊക്കെ എന്താ ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള റോഡ് കംപ്ലീറ്റ് ഇതേപോലെ കട്ട വിരിച്ചിട്ടുള്ള കരിങ്കല്ലിൻ്റെ ഉള്ളതാണ്. അതായത് ടാറിങ് ഈ ഏരിയയിലൊന്നുമില്ല. ടാറിങ് ഒക്കെ ഉള്ളത് മെയിൻ ഹൈവേ ഭാഗത്തൊക്കെയാണ്. പക്ഷേ ഇതിലൂടെയും വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോവുകയും ചെയ്യും. പിന്നെ മറ്റേ 2 വീലുള്ള ഒരു ടയറുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ ഓടുന്നത്, അതും ഇതിലൂടെ അങ്ങനെ പോകും. ഇതിപ്പോൾ ഒരു കാറ് പോകുന്നുണ്ടല്ലേ, ഇതേപോലെ ഇങ്ങനെ വാഹനങ്ങൾ പോകും. ഇവിടെ വാഹനങ്ങൾ പോകുമ്പോഴുള്ള സ്ഥിതി എന്താ വെച്ചാൽ ഇതുവരെ മറ്റേ വണ്ടിയാണ് 2 ഏക്കറുള്ളത്. ഇതിൽ ഡബിൾ പോകുന്നു. ഒരാൾക്ക് തന്നെ പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത് പോയി കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥ. ഇപ്പം സമയം 1:15. പക്ഷെ ഇപ്പോഴും കാലാവസ്ഥ ഒരു മൂടൽ കാലാവസ്ഥയിലുള്ളത്. ഇനി ഇവിടുന്ന് ലഞ്ച് കഴിക്കണം. അതിനുള്ള നടത്താണ് ഈ നടക്കുന്നത്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കുള്ള ലഞ്ചിന് പരിപാടിയാണുള്ളത്. കാരണം ഇവിടുത്തെ യൂറോപ്പിലെ ലഞ്ച് അത്ര ടേസ്റ്റ് ഇല്ല. എസ്റ്റോണിയയിൽ ഒരു ലോക്കൽ ലഞ്ച് കഴിക്കാൻ പോവാണ്. ബാക്കി ഇനി അകത്ത് കാണാം ലഞ്ച് കാര്യങ്ങളൊക്കെ. ഇതത്ര വലിയ ഹോട്ടലൊന്നുമല്ല, ഒരു പാകത്തിനുള്ള ഹോട്ടലാണ്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ റിസപ്ഷനിൽ തന്നെ നമ്മളെ കുപ്പി ഉണ്ടാവും. കുപ്പിക്ക് ഇവിടെ യാതൊരു ക്ഷാമമല്ല. അത് പാർസൽ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. കുപ്പി ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ഇതൊരു ഓൾഡ് ഒരു മോഡലാണ്. കാരണം ഈ ബിൽഡിംഗ് തന്നെ പഴയ കാലത്തല്ല, ജർമ്മനീൻ്റെ കാലത്ത് പലവിധ കോളനികളും ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നുള്ളത്, റഷ്യൻ്റെ കാലത്ത്. ഇത് മക്കറോണ, പിന്നെ ഇത് നമ്മുടെ ബസുമതി റൈസ്, ഇത് കേക്കാണുള്ളത്, പിന്നെ സലാഡ്, ഇതൊക്കെയാണ്. ഒരു മഞ്ഞ റൈസാണുള്ളത്, ഒരു മഞ്ഞ കളർ, കുങ്കുമം ഇട്ടിട്ടുള്ള മഞ്ഞ കളറിൻ്റെ ഒരു ടേസ്റ്റാണുള്ളത്. പിന്നെ അതുപോലെ സലാഡ് ഇങ്ങനെ അല്ല. പിന്നെ ഒരു പപ്പടം ഉണ്ട്, വൈറ്റ് കളറിലുള്ള ചെറിയൊരു കുഞ്ഞു പപ്പടം. ഗുഡ് നെയിം പ്ലീസ്. Sangeeta. Sangeeta. സംഗീത. Have you taken the citizen of this country? Yeah. ഇവർ കുടുംബസമേതം ഇവിടെ വന്ന് താമസിച്ചിട്ട് പിന്നെ അങ്ങനെ ഹോട്ടൽ നടത്തുന്നത്. ഇത് അവരുടെ ഭർത്താവാണ് ഈ കാണുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഒരു ചെറിയ നായ്ക്കുട്ടിനെ കണ്ടില്ല, ഇതിനെ കണ്ട് അതിനെ പരിചയമുള്ള ഒരു ലേഡീനെ കണ്ടപ്പോൾ അത് ഓടി വന്നതാണ്. പിന്നെ നായ്ക്കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പട്ടിക്കുട്ടിയാണ് തോന്നില്ല. കാരണം ഒരു ബൊമ്മ നടന്നു പോകുന്ന പോലെ തോന്നും. പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ചെറിയ, ഇതിലും വളരെ ചെറിയ സൈസുള്ള ഉണ്ട്. പിന്നെ അതേപോലെ വളരെ ചെറിയ, അതുപോലെ വലിയ സൈസുള്ള സാധാരണ നായ്ക്കളുണ്ട്. പക്ഷേ കൂടുതലും ഇങ്ങനത്തെ ചെറിയ ടൈപ്പാണ് ഇവിടെ ഉള്ളത്. കാരണം തണുപ്പുള്ളതുകൊണ്ട് ഈ രോമുള്ള ടൈപ്പാണ്. ഒരു കാറ് പോകുന്നുണ്ടല്ലോ, ഈ കാറ് പോകുന്നത് നമ്മൾ മുന്നിലുണ്ടെങ്കിൽ തന്നെ കാറ് ഹോൺ അടിക്കുന്ന ഒരു പരിപാടിയല്ല ഇവിടെ. കാരണം കാറവിടെ പിന്നെ സ്ലോല് അങ്ങനെ പോകുകയുള്ളൂ ചെയ്യാം. അത്രക്കും ഡീസൻ്റാണ് ഇവിടെയുള്ള ആൾക്കാർ. ഹോൺ അടിച്ചിട്ട് ആളെ സ്വീപ്പാക്കൂല. ഇതൊരു പട്ടിക്കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഇത് കുറച്ചും കൂടി വലുപ്പമുള്ള സൈസാണിത്. ഇതിവിടെ സ്ഥിരമാണ് ഇങ്ങനെ. ഇവിടെ നമ്മൾ ട്രെയിനിൽ പോകണമെങ്കിലും കപ്പലിൽ പോവുകയാണെങ്കിലും പിന്നെ ബസ്സിൽ പോവുകയാണെങ്കിലും ഒക്കെ ഈ സാധനത്തിനെ കൊണ്ടുനടക്കും. ഇതിൻ്റെ മരൻ്റെ മുകളിൽ
ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളുണ്ട്. ചെറിയ വെള്ളച്ചാട്ടം ആണ്, അത്ര വലിയ വെള്ളച്ചാട്ടം എന്നല്ല. അത് ഉള്ളൊരു ഭാഗമാണ്. കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രം എന്നല്ല അങ്ങനത്തെ ഒരു. ഇത് ഇവിടുത്തെ ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു നല്ലൊരു പ്രതിമയാണ്. ഇവിടുത്തെ പഴയകാല നേതാവാണ് ഇദ്ദേഹം. ഇതൊരു ആർട്ട് ഷോപ്പാണ്. ചിത്രം വരച്ചിട്ട് വിൽക്കുന്നൊരു ഷോപ്പാണ്. ഇങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടകളൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർ കുറവാണ് ഇവിടെ. കാരണം പോപ്പുലേഷൻ വളരെ കുറവാണല്ലോ. കടകളൊക്കെ അങ്ങനെ തുറന്നിരിക്കാനല്ലാണ്ട് അത്യാവശ്യക്കാർ മാത്രം വന്ന് വാങ്ങാല്ലാണ്ട് അങ്ങനെ വലിയൊരു തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. വാഹനങ്ങളുടെ തിരക്കോ പിന്നെ ആളുകളെ തിരക്കോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു വളരെ കുറഞ്ഞ ജനങ്ങൾ ആണ് ഇവിടെ ഉള്ളത്. ഇത് ടൂറിസ്റ്റേഴ്സിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കറക്കാനുള്ളൊരു വണ്ടിയാണിത്. ഒരു ട്രെയിൻ മോഡലുള്ളൊരു ഗൂഡ്സ് ട്രെയിനല്ല, സാധാരണ ചക്രത്തിൽ പോകുന്നത് തന്നെയാണുള്ളത്. ഈ സിറ്റിയൊക്കെ ഇങ്ങനെ കറങ്ങി കാണാൻ വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോൾ ഒരു ആംബുലൻസും പോകുന്നുണ്ട്. ഒരു എസ്റ്റോണിയക്കാരൻ ഒരാൾ നമ്മുടെ ഹിന്ദി പാട്ട് പാടുകയാണ്. അത് നമ്മൾ കുറച്ച് കേൾക്കാം. अपना सीना ताने, अपना सीना ताने, मंजिल कहाँ का रुकना है, ऊपर वाले साने, ऊपर वाले साने. धन्यवाद 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 धन्यवाद. Thank you. How do you say thank you in Estonian? Tanan 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 tanan. Ja, tanan. मेरा छोटा है जापानी इंग्लिस्तानी सरपल्लाई फिरोजी बिरबितिल्ला हिंदुस्तानी. ऊपर वाले साने, ऊपर वाले साने. फिरोजी बिरबितिल्ला हिंदुस्तानी. ഇതിന് ചെറിയൊരു ഹിസ്റ്ററി ഇവിടെ പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. റഷ്യൻ പ്രസിഡന്റിൻ്റെ പഴയ ഇപ്പം മെയിൻ റോഡിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മൾ. ഇവിടെ ബസ് വരുന്ന ഭാഗമാണ് ഇനിയുള്ളത്. നമ്മുടെ ബസ് ഇത് കുറച്ച് ഉയരത്തിൽ ഇവിടുത്തെ പിന്നെ MP-മാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഈ ഭാഗം. ഇതാണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ ഇനി ഗൈഡ് ഞങ്ങൾ ഇവിടുന്ന് വിട പറയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഇതാണ് മെയിൻ റോഡ് എത്തിക്കുന്നത്. ഇവിടെ കണ്ടില്ല, ഇവിടെ സൈഡിൽ മാത്രമുള്ള കട്ട റോഡ് നമ്മൾ ടാർ ചെയ്ത അതേ റോഡ് തന്നെയാണ്. ഈ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് നിൽക്കുന്ന ഏരിയയിലാണ് ഈ കടകളുടെ കൂടുതലുള്ള ഭാഗങ്ങളും സ്ക്വയറും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ആൾക്കാർ കൂടലും ഇതൊക്കെ ഉള്ള ഭാഗങ്ങൾ അവിടെയാണ്. മെയിൻ റോഡിൽ കാര്യമായിട്ട് ഇങ്ങനെ പിന്നെ ഇതുപോലെ അങ്ങനെ നടക്കലുള്ള പരിപാടി മാത്രമേ ഉള്ളത്. വണ്ടികൾ പോകൽ കാര്യങ്ങൾ ഒക്കെ. ആണ് നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ, ക്യാപ്റ്റൻ, ബസ് ക്യാപ്റ്റൻ. Good name please. Aydar. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.